സെൻസർ അനുമതി കിട്ടാൻ ചിത്രത്തിൻ്റെ പേര് തന്നെ മാറ്റേണ്ടി വന്നിരിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമാ പ്രവർത്തകർ. സിനിമയിലെ നായകൻ സുബീഷ് സുധി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സെൻസർ അനുമതി കിട്ടുവാൻ വേണ്ടി പേര് മാറ്റണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കാരണമെന്ന് തോന്നുന്നു? എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ഫിലിം ചാമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുന്നേ ഈ പേര് ഫിലിം ചാമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പുതുക്കി ഇതിന് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ. അതിൻ്റെ അന്വേഷണം എടുത്തൊരു വിഷയമില്ല, നമ്മൾ കണ്ടന്റിനൊരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ സിനിമ പൂർത്തീകരിച്ചു. അപ്പോൾ റിലീസിന് മുന്നേ നമ്മൾ സ്വാഭാവികമായിട്ട് സെൻസർ പരിപാടികളിലേക്ക് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണം. അങ്ങനെ ആദ്യം നമ്മൾ ബഹുമാനപ്പെട്ട സെൻസർ ബോർഡിന് മുന്നിൽ വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കേന്ദ്ര സർക്കാരിന് പദ്ധതികൾക്കെതിരെയുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭാരത സർക്കാർ തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാനത് കൃത്യമായി ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞു ഓക്കെ നമ്മൾ ഫിലിം കാണട്ടെ. അങ്ങനെ ഫിലിം കണ്ടു, ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ്. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഭാരത് തരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്ത് സർക്കാർ വെക്കാം, പക്ഷേ ഭാരത സർക്കാർ എന്നുള്ള ചെയ്യാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടന്നുകയറ്റത്തിന് അപ്പുറത്താണ് ഇത് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ച് നോക്കിയേ, നമ്മളൊരു കുട്ടീനെ വളർത്തി എല്ലാ നിയമവ്യവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് നമ്മൾ ആ കുട്ടീനെ വളർത്തി വലുതാക്കി പെട്ടെന്ന് ഒരാൾ വന്ന് പറയും ആ കുട്ടീനെ തലയടിച്ച് മാറ്റണം. എന്താ അവസ്ഥ വിചാരിച്ചു നോക്കി? ചിത്രത്തിൻ്റെ പ്രചാരണാർത്ഥം പോസ്റ്ററുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത ഘട്ടം? ഇനിയിപ്പോൾ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി 4 ദിവസം 5 ദിവസമേ ബാക്കിയുള്ളൂ. നമ്മളിതൊരു സ്റ്റാർഡമുള്ള സിനിമയൊന്നുമല്ല. വലിയ സ്റ്റാറുകൾക്കിടയിൽ നമ്മൾ സിനിമ 2 മാസം മുന്നേ പണി പൂർത്തിയാക്കി. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ഇറക്കാൻ നോക്കി. അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ തിരക്കാണ്, പിന്നെ സമരം വന്നു. അപ്പോൾ നമ്മൾ 8-ാം തീയതി ഇറക്കാൻ നോക്കുമ്പം വീണ്ടും നമ്മൾക്ക് ഈ ഒരു സെൻസറിൻ്റെ പ്രശ്നം ആകെ നമ്മളൊരു മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മളെല്ലാം ആകെ തകർന്നിട്ട്. കാരണം ഇത് നമ്മൾ ഇഷ്ടം കൊണ്ടുണ്ടാക്കിയൊരു സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് യൂസ് സർട്ടിഫിക്കറ്റ് തന്ന ബഹുമാനപ്പെട്ട സെൻസർ ബോർഡ് എന്തുകൊണ്ട് നമുക്ക് ഭാരതം തന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. ഇത് നമ്മൾ കേരളീയ പൊതുസമൂഹത്തോട് പറയണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പോകാൻ നമുക്ക് താല്പര്യം. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ സെൻസർ ബോർഡിന് മുന്നിൽ നമുക്ക് വിവാദങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല സാറേ, നമുക്ക് ഈ പേര് തരണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേരിൽ ഈ ഭാരതം ഇതുപോലെ മറച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണെങ്കിൽ ചിത്രത്തിന് സെൻസർ അനുമതിയുമുണ്ട്, ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റുമാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.